ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു വിൻഡോസ് മിഷൻ യൂസർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതായത് നിങ്ങൾക്കൊരു ഫയലുണ്ട്. നിങ്ങൾ ആ ഫയല് കോപ്പി ചെയ്യുകയാണ്. വേറൊരു ലൊക്കേഷനിലേക്ക് പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ഒരു ഫയല് റീനെയിം ചെയ്തു. ഓക്കെ, ഈ ഒരു ഫയല് റീനെയിം ചെയ്തു. റീനെയിം ചെയ്തതിന് ശേഷം ഇത് കോപ്പി ചെയ്യാൻ പാടില്ല. എന്നിട്ട് പുതിയൊരു ഫോൾഡറിലേക്ക് പോയിട്ട് നിങ്ങളത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ ഇവിടെ കിട്ടും, ഐറ്റം നോട്ട് ഫൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എറർ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിൻഡോസ് മിഷനിൽ എങ്ങനെയാണ് കോപ്പി പേസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇതിന് ന്യൂ ഫയൽ 1 എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പം ഏതൊരു ഫയല്, ഇപ്പം ഈ ഒരു ഫയൽ ഞാൻ കോപ്പി ചെയ്യുന്ന ടൈമിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, വിൻഡോസ് ഈ ഒരു ഫയലിൻ്റെ മെറ്റാഡാറ്റാസ്, ആ മെറ്റാഡാറ്റയിൽ ഈ ഫയലിൻ്റെ പാത്തും ഇതിൻ്റെ ഏത് ടൈപ്പിലാണ് ഇത്, ഇതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻഫർമേഷൻ മെമ്മറിയിൽ റെഫറൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. പക്ഷേ ഈ ഫയലിൻ്റെ കണ്ടന്റ് സ്റ്റോർ ചെയ്യില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് കോപ്പി ചെയ്യുന്ന സമയത്ത് ഇപ്പം ന്യൂ ഫയൽ 1ൻ്റെ മെറ്റാഡാറ്റ എല്ലാം മെമ്മറിയിൽ റെഫറൻസ് ആയിട്ട് സ്റ്റോർ ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഫയൽ വീണ്ടും റീനെയിം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു ലൊക്കേഷനിലേക്ക് പോവാണ്. അവിടെ പേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഏതാണ് ഞാൻ പേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്? ന്യൂ ഫയൽ 1 ആണ് ഞാൻ പേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം ഓരോ തവണ ഒരു പുതിയ സ്ഥലത്തേക്ക് എന്തെങ്കിലും സാധനം പേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വിൻഡോസ് മിഷൻ ഈ ഒരു മെമ്മറി ആക്സസ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ഫയൽ ആ ഗിവൺ പാത്തിൽ ഉണ്ടോ നോക്കും. ഇപ്പം നമ്മളുടെ കേസിൽ ഞാൻ ന്യൂ ഫയൽ 1 പേസ്റ്റ് ചെയ്യാൻ നോക്കുമ്പം എൻ്റെ ഈ ഒരു പാത്തിൽ ന്യൂ ഫയൽ 1 ഉണ്ടോ, ഞാനത് റീനെയിം ചെയ്തില്ലേ, ന്യൂ ഫയൽ 2 ആയിട്ട് റീനെയിം ചെയ്തില്ലേ. അപ്പം എനിക്ക് എന്ത് കിട്ടും? ഈ ഒരു ഫയൽ നോട്ട് ഫൗണ്ട് അല്ല ഐറ്റം നോട്ട് ഫൗണ്ട് എന്നുള്ള എറർ കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു എറർ വരുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഫയൽ കോപ്പി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണ്ടന്റ് ഒരിക്കലും കോപ്പി ആവില്ല, അതിൻ്റെ മെറ്റാഡാറ്റയാണ് കോപ്പി ആവുക എന്ന് ഞാൻ പറഞ്ഞു. ഇനി ആ മെറ്റാഡാറ്റ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എന്താ ഈ വിൻഡോസിൻ്റെ വിൻഡോസ് പ്ലസ് വി എന്ന് ക്ലിക്ക് ചെയ്ത് കാണുന്ന ക്ലിപ്പ് ബോർഡിൻ്റെ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ തേർഡ് പാർട്ടി ടൂൾസ് യൂസ് ചെയ്യണം. ആ ടൂൾസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതെങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോ ഇനിയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.